ദിയയ്ക്ക് എപ്പോഴും ദിയ ഒരു മുതലാളി, നമ്മളെന്ന് വെച്ചാൽ പണ്ടത്തെ ജന്മിമാരുടെ ഒരു മെന്റാലിറ്റിയാണ് ദിയയ്ക്ക്. നമ്മൾ ജാതി വ്യത്യാസം ദിയയ്ക്ക് ഉണ്ട്. ആഹാരം കഴിക്കുന്ന പോലെ ദിയയ്ക്ക് പ്രശ്നമാണ്. അത് 69 ലക്ഷം രൂപ കഴിഞ്ഞ 9 മാസങ്ങൾക്കിടയിലാണ് ഇവർ ഈ തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഒരു മാസം മിനിമം 7 ലക്ഷത്തി സംതിങ് രൂപയോളം വെച്ചിട്ടായിരിക്കും ഇവർ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടാവുക. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ ഹോട്ട് ടോപ്പിക് കൃഷ്ണകുമാർ ആൻഡ് ദിയ കൃഷ്ണ ഒരു ഹോൾ ഫാമിലി ആണല്ലോ. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് വളരെ വിശദമായിട്ട് തന്നെ ഈ ഒരു വീഡിയോക്കകത്തോടെ സംസാരിക്കാം. ആദ്യം തന്നെ ആ ഒരു ന്യൂസ് നമുക്കൊന്ന് കേൾക്കാം. നടൻ കൃഷ്ണകുമാറിനും മകൾ ദിയയ്ക്കുമെതിരെ കേസ്. ദിയയുടെ സ്ഥാപനത്തിലെ വനിതാ ജീവനക്കാരികളുടെ പരാതിയിലാണ് തട്ടിക്കൊണ്ടുപോകുന്ന കേസ്. ദിയയുടെ സ്ഥാപനത്തിൽ നിന്ന് QR കോഡിൽ തിരിമറി നടത്തി പണം തട്ടിയതിന് കൃഷ്ണകുമാറിന്റെ പരാതിയിൽ ജീവനക്കാരികൾക്കെതിരെ നേരത്തെ കേസെടുത്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ജീവനക്കാർ ഇരുവർക്കുമെതിരെ പരാതി നൽകിയിരിക്കുന്നത്. വിവരങ്ങളായി KG കമലേഷ് ചേരുകയാണ്. കമലേഷ്, ആദ്യം കൃഷ്ണകുമാർ പരാതി നൽകുന്നു. മകളുടെ സ്ഥാപനത്തിലെ ജീവനക്കാരികൾ അവരെ പറ്റിച്ചു എന്ന പരാതി. പിന്നാലെ ഇവരെ തട്ടിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞ് ഈ ജീവനക്കാരികൾ പരാതി കൊടുക്കുന്നു. കൗണ്ടർ കേസാണോ? എന്താണ് ഈ കേസിന്റെ വിശദാംശങ്ങൾ? അതൊരു കൗണ്ടർ കേസ് തന്നെയാണ്. നമ്മൾ പോലീസിനോട് അന്വേഷിച്ചപ്പോൾ ആ രീതിയിലാണ് മനസ്സിലാക്കുന്നത്. ഈ കവടിയാറിൽ OBOC എന്നുള്ള പേരിൽ കൃഷ്ണകുമാറിന്റെ മകൾ ദിയ കൃഷ്ണയുടെ പേരിൽ ഒരു സ്ഥാപനമുണ്ട്. ആ സ്ഥാപനത്തിലെ ജീവനക്കാർ ഈ QR കോഡ്, ആ സ്ഥാപനത്തിന്റെ QR കോഡ് മാറ്റിയിട്ട് അവരുടെ അക്കൗണ്ടിലേക്ക് പണം പോകുന്ന രീതിയിലേക്ക് അത് തിരിമറി നടത്തുകയായിരുന്നു. അത് ഓഡിറ്റിൽ കണ്ടെത്തുകയായിരുന്നു. അതിനുശേഷം പിന്നീട് അന്വേഷിച്ചപ്പോൾ ഏതാണ്ട് 69 ലക്ഷം രൂപയോളം നഷ്ടപ്പെട്ടു എന്ന് കണ്ടെത്തുകയും ഇതുവരെ കൃഷ്ണകുമാർ വിളിച്ചു വരുത്തുന്നു, ആ ചർച്ച നടത്തുന്നു. അവർ ആ തെറ്റ് സംബന്ധിച്ചു എന്നാണ് കൃഷ്ണകുമാർ നമ്മോട് പറഞ്ഞത്. പക്ഷേ തെറ്റ് സംബന്ധിച്ചപ്പോൾ ഇത് കേസ് കൊടുക്കാതിരിക്കണമെങ്കിൽ പണം നൽകണം എന്ന് പറഞ്ഞു. പെട്ടെന്ന് തന്നെ 8 ലക്ഷം രൂപ കൈമാറിയെന്നാണ് കൃഷ്ണകുമാർ പറഞ്ഞത്. ബാക്കി പണം പിന്നാലെ തരാം, പക്ഷേ നിങ്ങൾ കേസ് കൊടുക്കരുത് ഈ 3 വനിതാ ജീവനക്കാരികളും ഒപ്പം തന്നെ അവർക്കൊപ്പം ഉണ്ടായിരുന്ന ബന്ധുക്കളും പറഞ്ഞു എന്നാണ് കൃഷ്ണകുമാർ പറയുന്നത്. പക്ഷേ തിരികെ പോയ അവർ തിരിച്ച് ഭീഷണിപ്പെടുത്തുകയായിരുന്നു. ഇതിന് പിന്നാലെ കൃഷ്ണകുമാറും മകളും മ്യൂസിയം സ്റ്റേഷനിൽ പരാതി കൊടുക്കുകയായിരുന്നു. ആ പരാതിയിൽ ഈ ഒരു QR കോഡ് തട്ടിപ്പിൽ ഈ 3 വനിതാ ജീവനക്കാരികൾക്കെതിരെ കേസെടുത്തിരുന്നു. അതിന് പിന്നാലെയാണ് ഈ 3 വനിതാ ജീവനക്കാരികൾ കൃഷ്ണകുമാറിനും ഒപ്പം ദിയയ്ക്കുമെതിരെ പരാതി കൊടുത്തത്. അതിൽ ഞങ്ങളെ തട്ടിക്കൊണ്ടുപോയി നിർബന്ധപൂർവ്വം പണം തട്ടിയെടുക്കാൻ ശ്രമിച്ചു, പണം ഞങ്ങൾ വാങ്ങിച്ചു, ബലപ്രയോഗിച്ചു എന്നൊക്കെയുള്ള ആക്ഷേപത്തിലാണ് ഈ കേസ് എടുത്തിരിക്കുന്നത്. 69 ലക്ഷം രൂപയാണ് ഇവിടെ തട്ടിപ്പ് നടത്തിയേക്കുന്നത്. ദിയ കൃഷ്ണയുടെ OBOCയിൽ അവിടുത്തെ ഒരു 3 സ്റ്റാഫിലാണ് ഇങ്ങനെ വലിയൊരു തട്ടിപ്പ് നടത്തിയേക്കുന്നത്. നിങ്ങൾ ആലോചിക്കുക, 1-2 രൂപയല്ല, 69 ലക്ഷം രൂപയാണ്. ഇത് അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ അത് എന്താണെന്നുള്ളത് നിങ്ങൾ ആലോചിക്കേണ്ടത്. കാര്യം ഒരു ബിസിനസ് നടത്തുമ്പോഴത്തേക്കിന് ആ ഒരു കാര്യത്തിൽ അത്രയും ശ്രദ്ധ കൊടുക്കേണ്ടതല്ലേ. കാര്യം ഇത്രയും വലിയൊരു എമൗണ്ട്. പിന്നെ കുറെ ആൾക്കാർ കമന്റ് ബോക്സിൽ സംശയം പ്രകടിപ്പിക്കുന്നതാണ്, ഇവിടെ സ്വർണ്ണം ഒന്നല്ലല്ലോ കച്ചവടം ചെയ്യുന്നത്, ഇവിടുത്തെ ഫാൻസി ഐറ്റംസ് കാര്യങ്ങളൊക്കെ അല്ലേ കച്ചവടം ചെയ്യും, അപ്പം ഇത്രയും റേറ്റ് ഒക്കെ ഉണ്ടോ, അല്ലെങ്കിൽ ഇതൊക്കെ തള്ളാണെന്നൊക്കെ ആൾക്കാർ ചോദിക്കുമ്പോഴും ഇവിടെ OBOCയിലെ പ്രോഡക്ട്സിനൊക്കെ അത്യാവശ്യം നല്ല പ്രീമിയം റേറ്റ് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അത് അത്യാവശ്യം നല്ല രീതിയിൽ വാങ്ങുന്ന ആൾക്കാരുണ്ട്. ബൾക്കായിട്ടും പുറത്തുനിന്നൊക്കെ ഇങ്ങനെ ഓർഡേഴ്സ് ഒക്കെ വരുന്നത്, അങ്ങനെ കുറേ ആൾക്കാർ ഇത് വാങ്ങുന്നുണ്ട്. അപ്പം അത്രത്തോളം ഉണ്ടോ എന്നുള്ളത് നമുക്കറിയത്തില്ല. പക്ഷെ എന്ത് തന്നെയാണെങ്കിലും ഒരു എമൗണ്ട് എന്തായാലും തീർച്ചയായിട്ടും നല്ല രീതിയിൽ തന്നെ അവർക്ക് ഏൺ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇവർക്കെതിരെ കേസ് കൊടുത്തേക്കുന്നത് ആ ഒരു ഹോൾ ഫാമിലിക്കെതിരെയാണ്. അതുകൂടെ ഇവിടെ പറയുന്നുണ്ട്. മകൾക്കും നമ്മുടെ കുടുംബത്തിലെ 6 പേർക്കെതിരെ എന്താണ് ജാമ്യമില്ല വകുപ്പ് പ്രകാരം എല്ലാവരും ഞങ്ങൾ 6 പേരെയും ജാമ്യമില്ല വകുപ്പ് പ്രകാരമാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഞാൻ ഉടനെ തന്നെ ഇതൊരു കൗണ്ടർ കേസാണ്. അതായത് ഇവർക്കെതിരെ അല്ലെങ്കിൽ ഇവര് ഈ പറയുന്ന തട്ടിപ്പ് നടത്തിയ ആൾക്കാർക്കെതിരെ കേസ് കൊടുത്തതിനെ തുടർന്നിട്ട് ഇവർക്ക് തിരിച്ച് പിടിച്ചു നിൽക്കാൻ പറ്റുന്നുണ്ടല്ലോ. ഇവരുടെ ഭാഗത്ത് ന്യായമില്ലാത്തതുകൊണ്ടായിരിക്കുമല്ലോ തിരിച്ച് ഒക്കെ ഞങ്ങളെ തട്ടിക്കൊണ്ടുപോയി എന്നൊക്കെ പറയുമ്പോഴത്തേക്കിന് ഇത് എന്തോന്ന് പറയുക, വെള്ളരിക്കപ്പെട്ടണോ ഇവരിങ്ങനെ തട്ടിക്കൊണ്ടുപോയി അങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇവരെ ഇപ്പോൾ സോഷ്യൽ മീഡിയ ഇത്രയും വൈഡായിട്ടുള്ള ഒരു സമയത്താണെങ്കിൽ ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു പോസ്റ്റ് എവിടെയെങ്കിലും ഇട്ടാൽ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ കത്തിപ്പടണം, അല്ലെ അത്രയും വലിയ പ്രശ്നങ്ങൾ ഇവർക്കത് ബാധിക്കും. അപ്പം ആ ഒരു സാഹചര്യത്തിൽ ഇപ്പം മുമ്പ് ഉണ്ടായിരിക്കുന്ന ഒരു ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ അറിയാലോ ദിയ കൃഷ്ണയുടെ ഈ ഒരു OBOC ആയിട്ട് ബന്ധപ്പെട്ടിട്ട്. അപ്പം അങ്ങനെയുള്ള ഒരാൾ ഇതിന്റെ പേരിൽ ഇങ്ങനൊരു തട്ടിക്കൊണ്ടു പോകുക, അതും ഗർഭിണിയായിട്ടുള്ള ഒരു ലേഡിയാണ്. അപ്പോൾ അവരൊരു മുഴുവൻ ഫാമിലി ആയിട്ട് തട്ടിക്കൊണ്ട് പോകാന്നൊക്കെ പറയുമ്പോൾ ഇതൊന്ന് ആലോചിച്ച് നോക്കുക. അപ്പം ദിയ കൃഷ്ണ ഗർഭിണിയായിട്ടുള്ള ആ ഒരു ലേഡിക്കെതിരെ തന്നെ കംപ്ലൈന്റ് കൊടുക്കുമ്പോൾ അതും തട്ടിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോഴത്തേക്കിന് അവരുടെ ഒരു ഉദ്ദേശശുദ്ധി നിങ്ങൾ ആലോചിക്കേണ്ടല്ലേ. പിന്നെ അവരുടെ ഭാഗം എന്താണെന്നുള്ള നമ്മൾ കേട്ടില്ല. പിന്നെ കുറച്ച് നാളുകൾക്ക് മുന്നേ ആണെങ്കിൽ ദിയ കൃഷ്ണനെ തൻ്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ ഇവരെ കുറിച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു. പ്ലീസ് ഹെൽപ്പ് മീ ഔട്ട് ആസ് ഐ ഗോട്ട് സ്കാംഡ് ബൈ മൈ ഓൾഡ് സ്റ്റാഫ്സ് ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. Hello dear Insta family, if anyone has visited my store anytime and the staffs requested to pay the amount to their personal number or scanner, please do let me know immediately. Please do not pay to any staff's personal number. My personal account number സ്കാനർ ഈസ് പ്രൊവൈഡഡ് ഇൻ ദ സ്റ്റോർ. അപ്പോൾ അതിലോട്ട് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു തട്ടിപ്പൊക്കെ അവിടെ നടക്കുന്നുണ്ട്, ഓൾഡ് സ്റ്റാഫ് കാരണം സ്കാംഡ് ആയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ദിയ കൃഷ്ണ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇത്രയും 69 ലക്ഷം രൂപയുടെ തട്ടിപ്പ് നടന്നിട്ടും എന്തുകൊണ്ട് അറിഞ്ഞില്ല എന്നുള്ള കാര്യത്തെ പറ്റിയിട്ട് ഇവിടെ കൃഷ്ണകുമാർ പറയുന്നുണ്ട്. അത് എങ്ങോട്ട് വെക്കാം. ഇവിടെ കല്യാണം കഴിഞ്ഞ സമയത്ത് ഇവിടെ ഗർഭിണിയാകുമ്പോൾ സ്വാഭാവികമായിട്ട് സ്ത്രീകൾക്ക് സിക്നസ് ഉണ്ടാവും, പലർക്കും പല രീതിയിലാണ്. അപ്പോൾ ഇവർക്കും വീടും ആശുപത്രിയായിട്ട് ആദ്യത്തെ ഒരു 5 മാസം പോയ സമയത്ത് ഈ കുട്ടികളുടെ നേരത്തെ വർക്ക് ചെയ്യുന്ന ഇവരുമായിട്ട് നല്ല ബന്ധമാണ്. ഇവരുടെ എല്ലാ പ്രോഗ്രാം നോക്കിയ കുട്ടികളാണ് ഫോട്ടോയിൽ നിൽക്കുന്നത്. അപ്പോൾ അവരെ വിശ്വസിച്ച് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ കുറച്ച് ഇപ്പോൾ ഓഡിറ്ററിൻ്റെ അവിടെ നിന്നൊരു ഇത് വന്നു, ഒരു വേരിയേഷൻ കാണുന്നു. കാരണം വരവും സ്റ്റോക്കും തമ്മിൽ മാച്ച് ആവുന്നില്ല. അപ്പോൾ അത് ചോദിച്ചപ്പോഴത്തേക്ക് ആണ് ഈ പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത്. എനിക്ക് മെയ് 27 അവിടെ ചോദിക്കുന്നു. ദിയ കൃഷ്ണ പ്രഗ്നന്റ് ആയതിനു ശേഷം ഈ ഒരു സിക്നസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അധികമായിട്ട് ബിസിനസ്സിലോട്ട് ശ്രദ്ധിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഈ ഒരു സ്റ്റാഫുകളെ ഏൽപ്പിച്ചിട്ട് അവരെ അന്ധമായിട്ട് വിശ്വസിച്ചേക്കായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു 69 ലക്ഷം രൂപയുടെ തട്ടിപ്പ് അറിയാണ്ട് പോയത് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പോഴും ഇവിടെ 1-2 രൂപയല്ലല്ലോ, 69 ലക്ഷം രൂപയല്ലേ. ഇവിടെ പ്രീമിയം റേറ്റിൽ കൊടുക്കുന്ന പ്രൊഡക്ട്സ് ആണ്. എങ്ങനെ പോലും മന്ത്ലി ഒരു മിനിമം ഓഫ് എമൗണ്ട് മീറ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പം അതാവാണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ ആയിട്ടുള്ള ഒരു കൺഫ്യൂഷൻ എന്തായാലും സ്വാഭാവികമായിട്ട് തോന്നും.
കാര്യങ്ങളൊന്നുമില്ലേ? ഇത് ഓഡിറ്റർ പറയുമ്പോൾ മാത്രമാണ് ഇവരാണെങ്കിലും ഇത് അറിയുന്നത്. അവർ കിടന്ന് കുറേ കാര്യങ്ങൾ പറഞ്ഞു, കുറച്ച് പൈസ ഞങ്ങൾ എടുത്തു, തിരിച്ചു തരാം. അങ്ങനെ പൈസ തരാമെന്ന് പറഞ്ഞ് ഇവർ ഫ്ലാറ്റിലോട്ട് വരുന്നു. ഫ്ലാറ്റിൽ വരുമ്പോഴത്തേക്ക് അവർ കുറച്ച് ചെറിയൊരു സംഖ്യയായിട്ടാണ് വന്നത്. അപ്പോൾ അവിടെ സ്വാഭാവികമായിട്ട് ഇവർ അപ്പോഴാണ് എന്നെ അറിയിക്കുന്നത്. ഞാനൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അവിടെ അസോസിയേഷൻ ആൾക്കാർ പറയും ഇത്തരം പേര് കൂടി നിൽക്കുന്ന ബുദ്ധിമുട്ട് വരും. അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ വെച്ച് എവിടെ പോകും? ഞാൻ നമ്മുടെ ഓഫീസ്, ഇതാണ് ഓഫീസ്, എൻ്റെ ഓഫീസ്. അവരിവിടെ വരുന്നു. അവരുടെ ഭർത്താക്കന്മാർ 2 പേരുണ്ട്, 3 കുട്ടികളാണെങ്കിൽ അവർ 2 പേര് കല്യാണം കഴിഞ്ഞവരാണ്. അവരിവിടെ വരുന്നു, കാര്യങ്ങൾ സംസാരിക്കുന്നു. ഇവർ പറഞ്ഞ് ഞങ്ങൾ കുറേ പൈസ തരാം. അങ്ങനെ ഇവർ പുറത്ത് പോകുന്നു. പുറത്ത് പോയി ഒരു 3 മണിക്കൂർ കൊണ്ട് 8,83,000 രൂപ 82,000 രൂപ അവർ കൊണ്ടുവന്ന് ഇവിടെ തരുന്നു. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു, അപ്പോൾ നമ്മൾ കണക്കെല്ലാം എടുത്ത് നോക്കി 69 ലക്ഷം രൂപയാണ് പോയിരിക്കുന്നത്. അപ്പോൾ ഈ 69 ലക്ഷം രൂപ ഇതുമായിട്ട് മാച്ച് ആവുന്നില്ല. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് കുറച്ച് സമയം തരണം, ഞാൻ തരാം, അപ്പോൾ ഒരു ചെക്ക് തരാം എല്ലാം പറഞ്ഞ് ഇവിടെ നിന്ന് ഇവർ പോകുന്നു. പോയി കഴിഞ്ഞ് ഇവർ രാത്രി വിളിച്ച് ഇവിടെ ഒന്ന് തൊട്ടടുത്ത ദിവസം രാത്രി വിളിച്ചിട്ട് ഭീഷണിപ്പെടുത്തുന്നത് ഇങ്ങനെ കേസിൽ നിങ്ങൾ പിന്മാറണം മറ്റേ. അപ്പം നമ്മുടെ കേസ് കൊടുത്തിട്ടില്ലല്ലോ, അല്ല പരാതിയെ അവിടെ തരാൻ പാടില്ല, മറ്റാണ് ഇൻസ്റ്റയിൽ അത് ഇടാൻ പാടില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായ സംഭവം അത്ര സുഖമല്ല. അങ്ങനെ ഞാൻ അസിസ്റ്റന്റ് കമ്മീഷണർ ശ്രീ സ്റ്റുവർട്ട് കീലർ അദ്ദേഹത്തിന് കൊണ്ടുവന്ന് പരാതി കൊടുക്കുന്നു. പരാതി കൊടുത്തപ്പോൾ അദ്ദേഹത്തിന് ഞാൻ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയപ്പോൾ പുള്ളിക്ക് പിടികിട്ടി പൈസ പോയിരിക്കുന്നത്. പുള്ളി ആ കേസ് അങ്ങോട്ട് വിട്ടു മ്യൂസിയത്തേക്ക്. അടുത്ത ദിവസം തന്നെ അവർ കൊണ്ടുവന്ന് കൗണ്ടർ കേസ് ഫയൽ ചെയ്യുന്നു. അവരെ ഞങ്ങൾ തട്ടിക്കൊണ്ടുപോയി, ഏതോ അജ്ഞാത സ്ഥലത്തേക്ക് തട്ടിക്കൊണ്ടുപോയി കെട്ടിയിട്ട് ഇടിച്ച് പൈസ വാങ്ങിച്ചു. അപ്പോൾ പോലീസിന്റെ കാര്യം ചോദിച്ചപ്പോൾ നമ്മൾ മൊഴി കൊടുത്തു. അവരെന്തായാലും നല്ല ടീംസ് ആണ്. കാര്യം എന്ന് വെച്ചാൽ തട്ടിക്കൊണ്ടുപോയി, അതായത് ഗർഭിണിയായിട്ടുള്ള ഈ ലേഡി ഉൾപ്പെടെ തട്ടിക്കൊണ്ടുപോയി എന്നൊക്കെ പറയുമ്പോഴത്തേക്കിന് എന്തുവാടെ ഇത് എന്തായാലും സെക്ഷലി അബ്യൂസ് ചെയ്തു എന്നുള്ള കേസൊന്നും അവർ കൊടുത്തില്ല. അല്ല, സ്വാഭാവികമായിട്ട് അങ്ങനെയാണ് വരേണ്ടത്. എന്തായാലും അവർ അങ്ങനത്തെ കാര്യങ്ങളൊന്നും കൊടുത്തിട്ടുണ്ടായില്ല. ഇനി ദിയ കൃഷ്ണ പറയുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് കേൾക്കണം. ഇതേ സ്റ്റാഫിന്റെ ഭാഗത്തു നിന്ന് തന്നെയാണ് ഇതിന്റെ ചാലയിൽ എന്തോ ആണ് ഈ സ്റ്റോക്ക് കാര്യങ്ങളൊക്കെ, തിരുവനന്തപുരം ചാലയിൽ നിന്നാണ് എന്തോ സ്റ്റോക്ക് കാര്യങ്ങൾ എന്തോ എടുക്കുന്നത്. അപ്പം അതിന്റെ ഭാഗമായിട്ട് ഇടയ്ക്കിടയ്ക്കാണെങ്കിൽ കുറച്ച് രൂപയുടെ അങ്ങോട്ടും ഇങ്ങോട്ടും ചില വ്യത്യാസങ്ങളൊക്കെ വന്നപ്പോഴത്തേക്കിന് വണ്ടിക്കൂലി എല്ലാം എടുത്ത് അവരുടെ ചെലവിനും എല്ലാം എടുത്തായിരിക്കും ആ രീതിയിൽ പോട്ടെ അങ്ങനെ ഇങ്ങനെ അതൊക്കെ ദിയ കൃഷ്ണ വിട്ട് കളഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു തട്ടിപ്പ് ഈ ഒരു അവസ്ഥയിലോട്ട് എത്താനുള്ള കാരണമായത് പിന്നീട് ഈ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ദിയ കൃഷ്ണയ്ക്ക് മനസ്സിലായുള്ള കാര്യത്തെ തുടർന്നതാണ് ഇത്രയും വലിയൊരു ഇഷ്യൂ ഉണ്ടായിട്ടുള്ളത്. അതിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. മെയ് 29 ഞാൻ നമ്മുടെ സ്റ്റോക്ക് റൂമിൽ ഇരിക്കുമായിരുന്നു. അപ്പോൾ ഈ ഒരു സമയത്ത് ഈ ഷാരിയുടെ ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്നൊരു കോൾ വരുന്നു. വിളിച്ചിട്ട് വെറുതെ ആ കുട്ടി ചോദിച്ചു, ഇതുപോലെ ഇന്നൊരു കുട്ടിയുടെ അക്കൗണ്ടിലോട്ട് ഞാൻ പൈസ കൊടുത്തു, അപ്പോൾ അത് OCക്ക് കിട്ടിയോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എത്ര മണിക്ക് കൊടുത്തതാണ്. പറഞ്ഞു ഇന്ന സമയം. ഞാൻ എൻ്റെ ഗൂഗിൾ പേ ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് വന്നിട്ടില്ല, എനിക്ക് ആരും ഇങ്ങോട്ട് തന്നിട്ടില്ല. അപ്പോൾ അത് പർട്ടിക്കുലർലി ഈ കൊടുത്ത കുട്ടിയുടെ അക്കൗണ്ടിൽ നിന്ന് 1 രൂപ പോലും എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ഞാൻ ആ കുട്ടിയെ വിളിച്ച് ചോദിച്ചപ്പോൾ ആ കുട്ടി ഇപ്പോൾ തിരിച്ച് വിളിക്കാമെന്ന് പറഞ്ഞ് കോൾ വെച്ചു. പിന്നീട് വിളിക്കുമ്പോൾ ആ കുട്ടിയുടെ ഫോൺ ബിസിയാണ്. അപ്പോൾ ബാക്കി സ്റ്റാഫുകളെ വിളിക്കാൻ നോക്കുമ്പോൾ അവരുടെ ഫോൺ ബിസിയാണ്. അപ്പോൾ എനിക്ക് പിടി കിട്ടി ഇവർ തമ്മിൽ എന്തോ ഡിസ്കഷൻ നടക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ കുട്ടിക്ക് മെസ്സേജ് അയച്ചു, കോൾ എടുത്തേ പറ്റൂ, ബിക്കോസ് എനിക്കൊരു എക്സ്പ്ലനേഷൻ വേണം എന്നുള്ളത് ഞാൻ വ്യക്തമായി പറഞ്ഞു. അങ്ങനെ ഈ കുട്ടി കോൾ എടുക്കുന്നു, ഇതുപോലെ പൈസ എടുത്തിട്ടുണ്ടെന്ന് പറയുന്നു. അത് ചെറിയൊരു എമൗണ്ടാണ്, 2000 രൂപ ഞാൻ എടുത്തുള്ളൂ എന്ന് പറയുന്നു. അതിനുശേഷം ആ കുട്ടിയെ ഞാൻ ക്രോസ് ക്വസ്റ്റ്യൻ ചെയ്ത് വന്നപ്പോൾ സമ്മതിച്ചു പലപ്പോഴായിട്ട് പൈസ എടുത്തിട്ടുണ്ട് എന്നുള്ളത് പറഞ്ഞു. ഞാൻ ചോദിച്ചു എത്ര കണക്കെന്ന് ചോദിച്ചപ്പോൾ കണക്കറിയില്ല എന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ അറിയാതിരിക്കാൻ പറ്റില്ലല്ലോ, പറയണം എന്ന് പറഞ്ഞു. എന്നിട്ട് എപ്പോൾ തൊട്ട് എടുത്ത് തുടങ്ങി അതും അറിയില്ല എന്ന് പറഞ്ഞു. 3 കുട്ടികളെ മാറ്റി നമ്മൾ ചോദിച്ചപ്പോൾ 3 പേരും പറഞ്ഞു അറിയില്ല, എപ്പോൾ തൊട്ട് എടുത്തു എന്നറിയില്ല, കണക്ക് എത്രയെന്ന് നമുക്ക് അറിയില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം ഉണ്ടാകുന്നതാണ് ഈ രാവിലെ അവരവിടെ പൈസയും കൊണ്ട് എൻ്റെ ഫ്ലാറ്റിൽ വരുന്നു, എൻ്റെ ഫാമിലി അവിടെ വരുന്നു. അവരൊരു കോമ്പൻസേഷൻ റെഡിയായി എന്ന് പറഞ്ഞാൽ വന്നത്. ബിക്കോസ് ഞാനൊരു സ്റ്റോറിയോ യൂട്യൂബ് വീഡിയോ വല്ലോ എയർ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഫ്യൂച്ചർ സ്പോയിൽ ആകും എന്ന് പറഞ്ഞ പേരിലാണ് അവരവിടെ വന്നിരുന്നത്. ദിയ കൃഷ്ണ ഇൻസ്റ്റയിലോ അല്ലെങ്കിൽ യൂട്യൂബിലോ ഇതിനെ പറ്റി എന്തെങ്കിലും അവരുടെ ഫോട്ടോസൊക്കെ ഇതാക്കുമോ അല്ലെങ്കിൽ ഇവരെ പറ്റിയിട്ട് കൂടുതലായിട്ട് പറയാനുള്ള നല്ല പേടി കാര്യങ്ങളൊക്കെ അവർക്കുണ്ടായിരുന്നു. അതാണ് ഞാൻ മുമ്പേ തുടക്കത്തിൽ വെച്ചേക്കുന്ന ആ ഒരു സ്റ്റോറിയിൽ അത്യാവശ്യം നല്ല രീതിയിൽ അവർക്ക് പേടി ഉണ്ടായിരുന്നു. പിന്നെ ബിസിനസ്സിൽ ഒരു മുതലാളി, ഇപ്പം ബിസിനസ്സിൻ്റെ ഒരു ഉടമസ്ഥനായിട്ടുള്ള ഒരാൾ അതിനകത്തോട്ട് അധികമായിട്ട് ശ്രദ്ധിക്കാതെ സ്റ്റാഫുകളെ മാത്രം വിശ്വസിച്ചു കൊണ്ടിട്ട് അങ്ങോട്ട് ശ്രദ്ധ കൊടുക്കാതെ പോകുമ്പോഴത്തേക്കിന് ഇങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നുള്ളത് എല്ലാ ബിസിനസ്സുകാരും ഒന്ന് മനസ്സിലാക്കുക. ഇനി ബാക്കി പുള്ളി പറയുന്ന കാര്യം ഒന്ന് കേൾക്കാം. മാത്രമല്ല ആ കടയിൽ നിന്ന് ഈ പൈസ എങ്ങനെയാണ് എടുക്കുന്നത്? ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ആൾക്കാർ വരുന്നു, കസ്റ്റമേഴ്സ് വരുമ്പോൾ ഇവർ ഒന്നുകിൽ QR കോഡ് കാണിക്കില്ല, അല്ലെങ്കിൽ പറയും QR കോഡ് കേടായി, ഞങ്ങളുടെ കയ്യിലുണ്ട് വേറെ QR കോഡ് അവർ വാങ്ങിക്കുന്നു. അപ്പോൾ പലരും ചോദിക്കുന്നുണ്ട് ഇത് ഓസിയുടെ പേരല്ലല്ലോ, ദിയുടെ പേരല്ലല്ലോ, അല്ലെങ്കിൽ സ്ഥാപനത്തിൻ്റെ പേരല്ല. അപ്പോൾ പറഞ്ഞു ആ സ്ഥാപനത്തിൻ്റെ പേരല്ല, ഇത് അക്കൗണ്ടിൻ്റെ പേരെന്ന് എന്തൊക്കെയോ പറഞ്ഞു ഇവർ പൈസ മാറ്റിക്കൊണ്ടിരിക്കുന്നു. അവർ ക്യാഷ് വാങ്ങിച്ചിരിക്കുന്നു, വെളിയിൽ പോയി വാങ്ങിക്കുന്നു, CCTVയിൽ വരാതിരിക്കാൻ. അപ്പോൾ ഇങ്ങനെ ഈ കുട്ടികൾ ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷെ നമ്മൾ ഒരിക്കലും വിശ്വസിക്കുന്നില്ല ഈ കുട്ടികളാണ് ചെയ്യുന്നത്. എൻ്റെ ഒരു സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഈ സ്റ്റാഫുകൾ QR കോഡ്, അവരുടെ QR കോഡ് വെച്ചാണല്ലോ ഈ പറയുന്ന പേയ്മെന്റ് കാര്യങ്ങളൊക്കെ നടത്തിയേക്കുന്നത്. 1-2 രൂപയല്ല, 69 ലക്ഷം രൂപയോളം നടത്തിയിട്ടുള്ളതാണ് ഇവർ പറയുന്നത്. അപ്പോൾ ഈ പ്രോഡക്റ്റിനൊക്കെ ആണെങ്കിൽ വാറണ്ടി കാര്യങ്ങളൊക്കെ ദിയ കൃഷ്ണ കൊടുക്കുന്നില്ല. അപ്പം ഈ പ്രോഡക്റ്റിന് ഇപ്പം നമ്മൾ പേയ്മെന്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഇത് ജസ്റ്റ് നമ്മൾ ഇതാണ്ട് ഫോണിൽ പേയ്മെന്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് കാണിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ വാറണ്ടി കാര്യങ്ങളൊക്കെ കിട്ടുമോ? കാര്യം ഓൺലൈൻ ഈ പറയുന്ന പോലെ ഓൺലൈൻ ബില്ലിങ് കാര്യങ്ങളൊക്കെ നടത്താറുള്ളതാണ്. പക്ഷേ ഇത് ജസ്റ്റ് ഒരു പേയ്മെന്റ് മാത്രം ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് എങ്ങനെയാണ് ഈ കസ്റ്റമറിനെ അവർ വിശ്വസിപ്പിച്ചത് എന്നുള്ളതാണ് എനിക്ക് അറിയാത്തത്. കാര്യം ഇത്രയും ആൾക്കാരെ 69 ലക്ഷം രൂപ പറ്റിക്കണം എന്നുണ്ടെങ്കിൽ എത്ര ആൾക്കാരെ ഇവർ ഇതേ കാര്യം തന്നെ പറഞ്ഞ് കൺവിൻസ് ചെയ്തിട്ടുണ്ടായിരിക്കും? അതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. പിന്നെ എന്തിനാണെങ്കിൽ ഈ പ്രോഡക്റ്റിനൊക്കെ എന്തായാലും GST ടാക്സ് ഒക്കെ അടക്കേണ്ടുന്നതല്ലേ? ഈ ടാക്സ് ഒക്കെ ഇവരെങ്ങനെ മീറ്റ് ചെയ്തു, അല്ലെങ്കിൽ അതിന്റെ കാര്യങ്ങളൊക്കെ എന്താണെന്നുള്ളതാണ് മനസ്സിലാത്തത്. മേ ബി അതിന്റെ അടക്കേണ്ടുന്ന പ്രശ്നങ്ങൾ വന്നതുകൊണ്ടായിരിക്കും ഈ ഒരു ഓഡിറ്റർ കൃത്യമായിട്ട് ഈ ഒരു ടൈമിൽ തന്നെ വന്ന് ഇവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാവുക. ഒരു കൗണ്ടർ കേസ് കൊടുത്തു അവർ തെറ്റ് ചെയ്തവർ. എന്നാൽ സ്റ്റേഷനിൽ കുറ്റം ചെയ്തതിൻ്റെയും കുറ്റം സമ്മതിച്ചതിൻ്റെയും വീഡിയോ ഇരിക്കുക. എന്നിട്ട് കൗണ്ടർ കേസ് കൊടുത്തിട്ട് നമ്മൾക്കെതിരെ, അതായത് പണം പോയവരെ ഹരാസ് ചെയ്യുന്ന രീതിയിൽ മ്യൂസിയം CA ആണ് നടപടി എടുത്തിരിക്കുന്നത്. എന്താണ് ഇതിന്റെ പിന്നിലും നമുക്കും അറിയില്ല.
അതാണ് എനിക്കും മനസ്സിലാവാത്തത്. കാര്യം ഇവരുടെ ഈ തെളിവുകളുണ്ട്, അവർ ചെയ്തേക്കുന്ന കാര്യങ്ങളുടെ എല്ലാം തെളിവുകൾ ഇവരുടെ കയ്യിലുണ്ട്. പക്ഷേ ഇവർ തട്ടിക്കൊണ്ട് പോയി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു തെളിവുമില്ലാതെ അവർക്കെതിരെ ഈ പറയുന്ന കേസ് കാര്യങ്ങളായിട്ട് പോകാന്ന് പറയുമ്പോൾ അതിന്റെ ക്ലാരിറ്റിയാണ് എനിക്ക് മനസ്സിലാവാത്തത്. പിന്നെ കർമ്മ എന്ന് പറയുന്ന ഒരു സാധനം കൂടി ഉണ്ട്. കാര്യം ഇന്നലകളിൽ ലൈഫ് ഓഫ് അനന്തു ഇവരെ കുറിച്ചൊരു വീഡിയോ ചെയ്തപ്പോൾ ഒരു അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന നിലയിൽ പറഞ്ഞേക്കുന്ന കുറേ കാര്യങ്ങളിൽ ആ അനന്തുവിന്റെ വായ അടപ്പിക്കാനെ കൊണ്ട് ഇവരന്ന് പോലീസിനെ വിടുകയും കുറച്ച് കാര്യങ്ങളൊക്കെ അന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ ലൈഫ് ഓഫ് അനന്തുവിന്റെ ആണെങ്കിൽ നീതി നിഷേധിക്കപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പം ആ കാര്യങ്ങൾക്ക് ഈ ഒരു കർമ്മ എന്ന് പറയുന്ന സാധനം തിരിച്ചടിച്ചിട്ടുള്ളതായിരിക്കാം. ഓക്കെ, അക്കൗണ്ട് വഴി പോയിരിക്കുന്ന പൈസ മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ, ക്യാഷ് ഇത് വരുന്നില്ല. ഇതിലും രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ബാങ്കിൽ പോയി സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ബാങ്കിൽ പോയി അന്വേഷിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് കാണാൻ പറ്റും. മാത്രമല്ല ഇവരുടെ ഫോൺ എടുത്ത് പരിശോധിച്ചപ്പോൾ ഒരാൾ പൈസ എടുത്തിട്ടുണ്ടെങ്കിൽ അടുത്ത നിമിഷം 2 പേർ ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേറെ പലരുടെ പേരുകൾ കിടക്കുന്നു, പൈസ പലർത്തോട്ടും സൈഫൺ ചെയ്തിരിക്കുന്നു. കാരണം ഏതോ ഒരു കുട്ടിയുടെ അക്കൗണ്ടിൽ മാത്രം 32 ലക്ഷം രൂപ വന്നിട്ടുണ്ട്, ഒരു കുട്ടിയുടെ 12-13 അങ്ങനത്തെ തുകകൾ വന്നിരിക്കുക. ഒരു ക്വാർട്ടറിൽ വന്നിരിക്കുന്നു 9 ലക്ഷം രൂപ. ഇതിന്റെ പിന്നിൽ മറ്റാരൊക്കെയോ കൂടി ഉണ്ടെന്നുള്ള സംശയം പുള്ളി പ്രകടിപ്പിക്കുന്നുണ്ട്. അതോടെ നിങ്ങളൊന്ന് കേട്ടോ. സംശയം ഇവരാണ് ഇവരുടെ പിന്നിൽ ആരെങ്കിലും ഉണ്ട്. കാരണം ഇതിനകത്ത് ഞങ്ങൾക്ക് ഇവർ കുറ്റം ചെയ്യുന്നതും കുറ്റം സമ്മതിക്കുന്നതിന്റെയും ഇലക്ട്രോണിക് വീഡിയോ ഞങ്ങളുടെ തെളിവിരിക്കുക. കാരണം ഈ കുട്ടികൾ എങ്ങനെ ചെയ്തു വെച്ചാൽ വരുന്ന കസ്റ്റമേഴ്സുമായിട്ട് അവർ സംസാരിച്ച് ഞങ്ങളുടെ QR കോഡ് കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുന്നില്ല, വേറെ QR കോഡ് എന്ന് പറഞ്ഞ് ഇവരുടെ ഫോൺ കാണിച്ച് അതിലോട്ട് കൊണ്ടുപോകുന്നതിന് വീഡിയോ സഹിതം ഞങ്ങൾ ഇരിക്കുക. ഇതെല്ലാം പോലീസിൽ കൊടുത്തിരിക്കുകയാണ്. അവർക്കാണെങ്കിൽ ഇതുപോലെ ഒരു തെളിവില്ല, അവരെ കെട്ടിയെന്നോ കൊണ്ടുപോയെന്നോ ഒന്നുമില്ല. കാരണം അത്ര ട്രാൻസ്പെറന്റ് ആയ ഒരു വിഷയമാണ്. പക്ഷെ ഇതെങ്ങനെയാണ് ആരാണ് എന്റെ പിന്നിൽ നിന്ന് മനസ്സിലാക്കുക? മറ്റാരെങ്കിലും ഇതിന്റെ പിന്നിലുണ്ടോ എന്നുള്ളത് എന്റെ ഒരു സംശയമാണ്. കാര്യം മറ്റൊന്നുമല്ല, ഇവര് ഇതുപോലെ തട്ടിപ്പ് നടത്തിയിട്ട് കിട്ടുന്ന ഓരോ എമൗണ്ട് ഇതുപോലെ ഭയങ്കര സ്പ്ലിറ്റ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നുണ്ട്. അതിന്റെ ഒപ്പം തന്നെ ഇവരിങ്ങനെ തെളിവുകളും കാര്യങ്ങളൊക്കെ നിരത്തിയിട്ട് കേസ് കൊടുത്തപ്പോഴത്തേക്കിന് അവരെ അനുകൂലിച്ച് വരാതെ തിരിച്ച് ഇവരെ തട്ടിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞപ്പോൾ ഒരു തെളിവ് പോലും ഇല്ലാതെ ഇവർക്കെതിരെ തന്നെ കേസ് കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഇതിന്റെ പിന്നിൽ മറ്റാരെങ്കിലും ഉണ്ടോ എന്നുള്ള സംശയം കൂടി ഇപ്പോൾ തോന്നുന്നുണ്ട്. ഒപ്പം തന്നെ ഇനി ദിയാകൃഷ്ണൻ അന്ന് ആ ഒരു സ്റ്റോറി ഇട്ടുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളോട് പറയുന്നുണ്ട്. അതോടെ നിങ്ങൾ കേൾക്കാം. ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ QR കോഡ് വഴി തട്ടിപ്പ് നടത്തുന്നുണ്ട് എന്നുള്ളൊരു റീൽ ഷെയർ ചെയ്തു. അതെ, അത് കാര്യം അങ്ങനെയെങ്കിലും കുറച്ച് പേര് നമ്മുടെ ഒന്ന് പറയോ ഇല്ലെന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. ഞാനൊരു 5 പേര് വന്ന് പറയുന്നു വിചാരിച്ചു, പക്ഷെ ഒരു 100ഓളം പേര് വന്ന് പറഞ്ഞു. റീൽ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ദിയക്ക് അറിയാമായിരുന്നു ഇവർ തന്നെയാണ് ഈ തട്ടിപ്പ് നടത്തുന്നത് എന്നുള്ള കാര്യം ദിയക്ക് അറിയാമായിരുന്നു? ഇല്ല, ആ സ്റ്റോറി ഞാൻ ഇട്ട സമയത്ത് ഇവർ ഇങ്ങനെ എടുത്തിട്ടുണ്ടാവുന്നത് ഞാൻ മനസ്സിൽ പ്രാർത്ഥിക്കായിരുന്നു ആരും എനിക്ക് മെസ്സേജ് അയക്കരുതെന്ന്. അങ്ങനെ വിചാരിച്ചാണ് ഞാൻ ഇട്ടത്. പക്ഷേ അത് ഇട്ടപ്പോൾ മുതലായിരുന്നു ഇവർ വിളിച്ചിട്ട് പറയാൻ തുടങ്ങി അതൊന്ന് ടേക്ക് ഡൗൺ ചെയ്യണം എന്ന് പറഞ്ഞ് പേടിക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പേടിക്കണ്ടല്ലോ, നിങ്ങൾ ഇഫ് യു ഹാവ് ഡൺ റോങ് യു ഹാവ് ടു ബി സ്കെയർഡ്, ബട്ട് ഇഫ് യു ആർ എ ഗുഡ് പേഴ്സൺ പേടിക്കണ്ടല്ലോ, ആ സ്റ്റോറി ഇന്ന് അവിടെ കിടക്കും, നാളെ ഡിലീറ്റ് ആവും, ഒരു കുഴപ്പമില്ലല്ലോ. അപ്പോൾ അവർ പറഞ്ഞു അങ്ങനെയല്ല, ഒന്ന് ഡിലീറ്റ് ചെയ്യോ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷേ ഞാൻ ഡിലീറ്റ് ചെയ്തില്ല. അതുകൊണ്ട് തന്നെ ഒത്തിരി പേര് നമ്മുടെ അടുത്ത് പേഴ്സണലി വന്ന് പറഞ്ഞു ഇന്നതാ ഈ ആളുടെ അക്കൗണ്ടിലോട്ട്, അതും പെർട്ടിക്കുലർലി ഒരാളുടെ പേര് തന്നെയാണ് എല്ലാ കസ്റ്റമേഴ്സും പറഞ്ഞുകൊണ്ടിരുന്നത്. എന്തായാലും നല്ല പുള്ളികളാണ് അവിടുത്തെ ഓരോ സ്റ്റാഫുകളും. വളരെ കൃത്യമായിട്ട് അവരുടെ മുതലാളിനെ പറ്റിച്ചിട്ടുണ്ട്. ആ വിശ്വാസത്തെ നല്ല രീതിയിൽ മുതലെടുത്ത് ഇത്രയും നാളുകളായിട്ട് പറ്റിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇനി എത്ര നാളുകളായിട്ട് ഈ ഒരു 9 മാസത്തെ കണക്ക് കാര്യങ്ങളൊക്കെ ദിയാകൃഷ്ണനോട് പറയുന്നുണ്ട്. അതോടൊന്ന് കേൾക്കാം. 9 ലക്ഷം എന്ന് പറയുന്ന ഒരു ഹ്യൂജ് എമൗണ്ട് ആണ് ഒരു ബുട്ടിക്കിനെ സംബന്ധിച്ചിടത്തോളം. അതായത് ഇത് എത്ര കാലയളവിനുള്ളിലാണ് ഈ തട്ടിപ്പ് നടത്തുന്നുള്ള കാര്യം ദിയക്ക് ഇപ്പോൾ മനസ്സിലാവും? ഒരു 9 മാസമെങ്കിലും മിനിമം ഒരു 9 മാസത്തിനുള്ളിലാണ് നടന്നിരിക്കുന്നത് എന്നാണ് എൻ്റെ ഒരു കാൽക്കുലേഷൻ പ്രകാരം. കാര്യം എനിക്ക് അയച്ച ഒരാളുടെയൊക്കെ സ്ക്രീൻഷോട്ട് നവംബർ ഒക്ടോബർ ആ സമയത്തൊക്കെ ഉള്ള സ്ക്രീൻഷോട്ട്സ് ആയിരുന്നു. ഈ പ്രഗ്നൻസിയുമായി ബന്ധപ്പെട്ട് പ്രഗ്നന്റ് ആയി എന്ന് ഞാൻ അറിയുന്ന സമയം തൊട്ടുള്ള ടൈമാണ് ഞാൻ ഈ പറയുന്നത്. ഈ ഒരു 9 മാസത്തിന്റെ ഇടയിലാണ് ഈ ഒരു തട്ടിപ്പ് കാര്യങ്ങളൊക്കെ ഇവർ നടത്തിയിരിക്കുന്നത്. ഇതിന്റെ ഓരോ ഇടയ്ക്കാണെങ്കിൽ കൂടി ദിയാകൃഷ്ണൻ ആണെങ്കിൽ ഇതിന്റെ ക്ലിയറൻസ് സെയിലിന്റെ കാര്യമാണെങ്കിലും ഒക്കെ കാര്യങ്ങൾ അവരുടെ ഇൻസ്റ്റാ പേജിലൂടെ ആണെങ്കിലും OBOC എന്ന് പറയുന്ന ആ പേജിലൂടെ ആണെങ്കിലും ഒക്കെ അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇപ്പോൾ കഴിഞ്ഞൊരു 3 days ആയിട്ട് ക്ലിയറൻസ് സെയിൽ നടക്കുവാണെന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പം അങ്ങനെയുള്ളപ്പോൾ പോലും ഇതൊന്നും ശ്രദ്ധിച്ചില്ല എന്നുള്ളതാണ് ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നത്. കാര്യം ഇതിനകത്ത് ഇത്രയും തട്ടിപ്പ് കാര്യങ്ങൾ ഇവിടെ 1-2 രൂപയല്ലല്ലോ, 69 ലക്ഷം രൂപയല്ലേ. ഒരു ഓഡിറ്റർ പറയുമ്പോൾ മാത്രമാണ് ഇത്രയും വലിയൊരു എമൗണ്ടിന്റെ കാര്യം വരുന്നത്. ഇവിടെ ചെറിയ എമൗണ്ട് അങ്ങോട്ട് കുറച്ച് ലക്ഷങ്ങളുടെ ഇതാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ഇത്രയും വലിയൊരു എമൗണ്ട്, ഈ ഒരു 69 ലക്ഷം രൂപ കഴിഞ്ഞ 9 മാസങ്ങൾക്കിടയിലാണ് ഇവർ ഈ തട്ടിപ്പ് നടത്തിയേക്കുന്നത്. അങ്ങനെയെങ്കിൽ ഒരു മാസം മിനിമം 7 ലക്ഷത്തി സംതിങ് രൂപയോളം വെച്ചിട്ടായിരിക്കും ഇവർ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടാവുക. അങ്ങനെയെങ്കിൽ 7 ലക്ഷം രൂപ ഒരു മാസം അവർക്ക് ഇങ്ങനെ അവരെ പറ്റിക്കണമെന്നുണ്ടെങ്കിൽ എങ്ങനെ പോയാലും ഏറ്റവും കുറഞ്ഞത് ഒരു 10 ലക്ഷം രൂപയെങ്കിലും ഇവർക്ക് ഒരു മാസം ഏൺ ചെയ്യാൻ പറ്റണ്ടേ. അപ്പോൾ ഈ ഒരു 10 ലക്ഷം രൂപ ഏൺ ചെയ്താലും നിങ്ങളൊരു കാര്യമല്ലേ, ഇതിനകത്തുനിന്ന് 7 ലക്ഷം തട്ടിച്ച് കഴിഞ്ഞാൽ ബാക്കി 3 ലക്ഷം മാത്രമേ ഇവർക്ക് കിട്ടുന്നുള്ളൂ. ഈ 3 ലക്ഷം എന്ന് പറയുമ്പോഴത്തേക്കിന് ഇത്രയും പ്രോഡക്റ്റ് ആണെങ്കിൽ ഇവർ സെല്ല് ചെയ്ത് പോവുകയാണ്. പിന്നെ ഇതിന്റെ സ്റ്റോക്ക് എടുക്കുന്നുണ്ട്, കാര്യങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ. അപ്പോൾ ഇതൊന്നും ദിയാകൃഷ്ണൻ അറിയുന്നില്ലേ? ഇത് ഞാൻ ചോദിക്കാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ മെയ് 18-ാം തീയതി ഞാൻ ഇവിടെ സ്ക്രീൻഷോട്ട് കൊടുക്കാം. 18-ാം തീയതി പോലും ആണെങ്കിൽ ദിയാകൃഷ്ണൻ തന്റെ ഇൻസ്റ്റാഗ്രാമിൽ റിട്ടേൺ സെയിലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. ഹായ് എവരിബഡി. സോ ഫൈനലി നമ്മുടെ ട്രഡീഷണൽ മാങ്ങാമാല നമ്മൾ റീസ്റ്റോക്ക് ആക്കിയിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ 3 കളേഴ്സ് ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്, റെഡ്, മൾട്ടി ആൻഡ് ഗ്രീൻ. നമ്മുടെ ലാസ്റ്റ് ഓണത്തിനായിരുന്നു നമ്മളത് ലോഞ്ച് ചെയ്തിരുന്നത്. അതിനുശേഷം നമ്മൾ ഒത്തിരി പ്രാവശ്യം റീസ്റ്റോക്ക് ചെയ്തിട്ട്
എത്ര പ്രാവശ്യം റീസ്റ്റോക്ക് ചെയ്യോ അത്ര പ്രാവശ്യം സോൾഡ് ഔട്ട് ആയിക്കൊണ്ടിരുന്ന ഒരു ബ്യൂട്ടിഫുൾ ട്രെൻഡിങ് പീസാണ് ഞാൻ ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. അതിൻ്റെ അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ ഈ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ല എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. ഓക്കെ, ഹെൽത്ത് പരമായിട്ട് ഇഷ്യൂസ് ഇപ്പം അതൊക്കെ ആയിട്ട് ശ്രദ്ധിച്ചില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഇതൊന്നും ശ്രദ്ധിച്ചില്ല എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. അപ്പം ഒരു ബിസിനസ്സിലോട്ട് ഒരാൾ ഇറങ്ങുമ്പോഴത്തേക്കിന് കൃത്യമായിട്ട് അതിനകത്ത് ഭയങ്കരമായിട്ട് ഫോക്കസ് ചെയ്ത് നിന്നില്ല എന്നുണ്ടെങ്കിൽ ഈ രീതിയിലുള്ള തട്ടിപ്പ് കാര്യങ്ങളൊക്കെ ആയിരിക്കും ഒരാൾക്ക് സംഭവിക്കാം. ഗൈസ്, ഞാൻ ഈ ഒരു വീഡിയോ എടുത്തു കഴിഞ്ഞിട്ട് എഡിറ്റിങ്ങിന് ഇടാൻ നേരമാണ് ഈ 3 പെണ്ണുങ്ങൾ, ഈ ഒരു ഒബയോസിൽ നിൽക്കുന്ന ഈ തട്ടിപ്പ് നടത്തിക്കുന്ന 3 ആ ഒരു ലേഡീസ് ഉണ്ടല്ലോ, അവർ വന്നിട്ട് മീഡിയാസിന്റെ മുന്നിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നത് 3 എണ്ണം ഭൂലോക ഉഡായിപ്പുകളാണ്. ഡ്രാമ എന്ന് പറഞ്ഞ് എഴുതി വെച്ചേക്കുന്ന ഒരു ടീഷർട്ട് ഇട്ടുകൊണ്ട് വന്നിട്ട് ഇന്ന് ഡ്രാമ കാണിക്കുകയാണ്. അവർ പറയുന്ന കാര്യങ്ങൾ, മേളിൽ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ അവരുടെ ഒരു വശം ഉണ്ടല്ലോ, അത് നിങ്ങളൊന്ന് കേൾക്കുക. അത്രയും സമയം നമുക്ക് ഓവർ ടൈം തരുന്നതിന് പ്രശ്നമാണ് നമ്മൾ പിന്നെ 11 തൊട്ട് 5 മണിയാക്കി, പിന്നെ 7 മണി വരെയൊക്കെ നിൽക്കാൻ തുടങ്ങി. പറ്റത്തില്ലെന്ന് പറഞ്ഞു. അതൊരു ഗോഡ് എന്ന് പറഞ്ഞാൽ അതൊരു ഗോഡൌൺ പോലത്തെ സ്ഥലം. നമ്മളിപ്പോൾ നമുക്ക് നമ്മുടെ ആരോഗ്യത്തിന് നമുക്ക് ചെയ്യാൻ പറ്റുന്നതിനേക്കാൾ അധിക ജോലി നമ്മൾ അവിടെ ചെയ്യണം. നമ്മളവിടെ സ്റ്റോക്കുകൾ മേടിക്കാണ്ട് നമ്മൾ സിറ്റിക്കകത്ത് പോകണം, നമ്മൾ പോസ്റ്റ് ഓഫീസുകളിൽ പോകണം, പിന്നെ എന്തോ ലോഡ് കണക്കിനാണ് സാധനങ്ങൾ കൊണ്ടുവരുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഇപ്പോൾ വെയിറ്റ് എടുക്കാൻ പറ്റുന്നതിനും അപ്പുറം ഞങ്ങളുടെ ഓഫീസ് മുകളിലാണ്. അത്രയും ഞങ്ങൾ അത് എടുത്ത് കയറ്റണം. അപ്പോൾ ഞങ്ങൾക്ക് പറ്റുന്ന ആരോഗ്യത്തിനുള്ള ഞങ്ങൾക്ക് ചെയ്യാൻ ചെയ്തില്ലെങ്കിൽ അതിനും പരാതിയാണ്. അത്രയ്ക്ക് പറ്റാത്ത ആൾക്കാർ അവിടുന്ന് ജോലി നേരെ റിസൈൻ ചെയ്തിട്ട് വേറെ വല്ല പണിക്കും പോവല്ലേ ചെയ്യേണ്ടത്. അതും ചെയ്യാതെ 11 മണി തൊട്ട് 5 മണി വരെ ഞങ്ങൾക്ക് ഭയങ്കര വർക്ക്, 7 മണി വരെ നിൽക്കാൻ പറഞ്ഞു എന്നൊക്കെ പറയുമ്പോഴത്തേക്കിന് 11 തൊട്ട് 5 ഒരു 6 7 മാക്സിമം പോട്ട് പല സ്ഥലങ്ങളിലും 10 മണിക്കൂർ 8 മണിക്കൂറൊക്കെയാണ് വർക്കിംഗ് ടൈം ഒക്കെ വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള നോക്കുമ്പോഴത്തേക്കിന് ഇവർ പറയുന്ന ന്യായീകരണങ്ങളാണ്. ഞങ്ങളെ അങ്ങ് കഷ്ടപ്പെടുത്തുകയായിരുന്നു. എന്തുവാ 11 തൊട്ട് 5 മണിക്കൂർ വരെ ഭൂലോക ഉടൈപ്പിളാണ്. ബാക്കി കൂടെ കേട്ടോ. എല്ലാ CCTV കാണുന്ന ഒരാൾ എങ്ങനെയാണ് ഈ ഒരു വർഷത്തെ പേയ്മെന്റ് മാത്രം കാണാതെ പോയെന്നാണ് ഞങ്ങൾ കസ്റ്റമേഴ്സ് അത്രയും വരുന്നത് വരെ CCTV വിസിബിളി കാണാം. ദിയയുടെ റീസെന്റ് ഉള്ള സ്റ്റോറീസ് ഒക്കെ പരിശോധിക്കുകയാണെങ്കിൽ ദിയ ഹാപ്പി കസ്റ്റമേഴ്സ് എന്ന് കസ്റ്റമർക്ക് നമ്മുടെ ഷോപ്പിൽ തിങ്ങി നിരങ്ങിയിരിക്കുന്നതിനൊക്കെ സ്റ്റാറ്റസ് ഇടാറുണ്ട്. അപ്പോൾ ഇത്രയും കസ്റ്റമേഴ്സ് വന്നപ്പോൾ ഒന്നും വാങ്ങിയില്ലെന്ന് ദിയ ചിന്തിക്കുന്നില്ല അവിടെ. അതൊരു പറഞ്ഞിരിക്കുന്ന സത്യമാണ് കേട്ടോ. കാര്യം കഴിഞ്ഞ ദിവസം ആണെങ്കിലും ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ദിയകൃഷ്ണൻ ഇതുപോലെ ഒരു സ്റ്റോറി ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കുറേ കസ്റ്റമേഴ്സ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് ദിയകൃഷ്ണൻ ഇതൊക്കെ ചെക്ക് ചെയ്യേണ്ടേ അല്ലേ എന്ന് നമ്മളും ഈ വീഡിയോക്കകത്ത് പറഞ്ഞാണ്. ഒപ്പം തന്നെ കൃഷ്ണകുമാറും ദിയകൃഷ്ണനാണെങ്കിൽ നല്ല വഴക്ക് മീഡിയാസിന്റെ മുന്നിൽ ഇരുന്ന് തന്നെ പറയുന്നുണ്ട്, ഇത് ഇവളൊക്കെ ശ്രദ്ധിക്കേണ്ടതാണെന്നുള്ളതിലൊക്കെ പറയുന്നുണ്ട്. അപ്പോഴും ഇവർ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഓക്കെ ഇവർ പറഞ്ഞേക്കുന്ന ഒരു പോയിന്റ് ആണ്, ശരിയാണല്ലോ, ഒരു വർഷമായിട്ട് എന്തുകൊണ്ട് അത് ദിയകൃഷ്ണ പറഞ്ഞില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോഴത്തേക്കിനെ ഇത് കഴിഞ്ഞിട്ട് ഇവർ പറയുന്ന കാര്യം ഒന്ന് ശ്രദ്ധിക്കണേ. നിങ്ങളുടെ ലൈഫ് ഇല്ലാതെ നിങ്ങളെ ഞാൻ കൊല്ലും, എൻ്റെ അച്ഛൻ ആരെന്ന് അറിയാലോ. പിന്നെ ഇപ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നായിരുന്നു എൻ്റെ ഹസ്ബൻഡ് ദിയനെ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്ന കേസ് പിൻവലിക്കാണ്ട്. ആ കോൾ റെക്കോർഡ് ഞാൻ കേൾപ്പിച്ച് തരാം. കാരണം ആ കോൾ റെക്കോർഡിൽ അദ്ദേഹം പറയുന്നത് എന്തെന്ന് പറഞ്ഞാൽ ഞങ്ങൾ 8,82,000 രൂപ തന്നില്ലേ, അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു റിസീപ്റ്റ് തരാമോ, നമ്മുടെ നിങ്ങൾ ഇത്രയും ക്യാഷ് മേടിച്ചെന്ന്. അപ്പോൾ ദിയ ഇങ്ങോട്ട് നന്നായിട്ട് നല്ല റഷായിട്ട് സംസാരിച്ചിട്ട് എൻ്റെ അച്ഛൻ ആരാന്ന് നിനക്ക് ഇപ്പോൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അച്ഛനെ കൊണ്ട് വിളിപ്പിക്കുകയാണ്. അച്ഛൻ എൻ്റെ നമ്പറിൽ വിളിച്ചിട്ട് നിനക്ക് എൻ്റെ മോളെ ഭീഷണിപ്പെടുത്താറായില്ലേ, ആ വോയിസ് കേട്ടാൽ അറിയാം ആരാണ് അവിടെ ഭീഷണിപ്പെടുത്തുന്നത്, നീയൊക്കെ ചെയ്യാനുള്ളത് ചെയ്യും, ഇവിടെ ഭരിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരൊന്നും എന്നെ വന്നൊരു പുല്ലും ചെയ്യാൻ പോലെ എനിക്ക് അങ്ങ് കേന്ദ്രത്തിലാണ് പിടിപാടെന്നാണ് പറഞ്ഞേക്കുന്നത്. നീയൊക്കെ എന്ത് ചെയ്തിട്ടും അവർക്കാണ് അതിന് കിട്ടും. മക്കളെ, രാജസ്ഥാൻ മരുഭൂമിയിലോട്ട് മണൽ കയറ്റി അയക്കല്ലേ. പറഞ്ഞു കേട്ടില്ലേ, എൻ്റെ ഹസ്ബൻഡ് അവരെ വിളിച്ചായിരുന്നു, 8 ലക്ഷം രൂപ ഞങ്ങൾ തന്നില്ലേ, തന്നു കഴിഞ്ഞപ്പോഴത്തേക്കിന് ഞങ്ങൾക്ക് അതിനൊരു റെസിപ്റ്റ് തരണമെന്നൊക്കെ പറഞ്ഞു. കുറച്ച് മുന്നേ അവരെന്താ പറഞ്ഞത്, ഇത്രയും കസ്റ്റമേഴ്സ് ഒക്കെ വരുമ്പോഴത്തേക്കിന് ദിയാകൃഷ്ണൻ ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ, അങ്ങനെയല്ലേ എന്ന്. നിങ്ങളെയൊക്കെ ശരിക്കും വിശ്വസിച്ച് പോയോണ്ടാണ് ദിയാകൃഷ്ണയ്ക്ക് ഇപ്പം ഈ ഒരു പണി പറ്റിയേക്കുന്നത്. പിന്നെ ഇവിടെ 8 ലക്ഷം രൂപ കൊടുത്തു എന്നുള്ളത് ഇവർ സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ വെറുതെ നിങ്ങൾ 8 ലക്ഷം രൂപ കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഈ തട്ടിപ്പ് നിങ്ങൾ നടത്തി. അപ്പോൾ ഇവർ ഈ പറയുന്ന 69 ലക്ഷം രൂപയുടെ കണക്ക് ഏകദേശം ഉള്ളതാണ് കേട്ടോ. അപ്പം 8 ലക്ഷം രൂപ ഇവർ തട്ടിക്കുകയും ചെയ്തു, അല്ല 69 ലക്ഷം രൂപ ഇവർ തട്ടിക്കുകയും ചെയ്തു. ഈ പറയുന്ന പോലെ 8 ലക്ഷം രൂപയാണെങ്കിൽ അവർക്ക് കൊടുക്കുകയും ചെയ്തു. ഇവർ സമ്മതിച്ചു, ഇവർ തട്ടിപ്പ് നടത്തിയെന്ന് സമ്മതിച്ചു. അതാണ് ഡ്രാമ എന്നുള്ള പേര് എഴുതി വെച്ച് ആ ഒരു ടീഷർട്ട് ഇട്ട് വന്നേക്കുന്നത്. ഭൂലോക ഉടായിപ്പുകൾ. ഇതിനെ പറ്റിയിട്ട് കൃഷ്ണകുമാർ തന്നെയാണെങ്കിൽ ഒരു മറുപടി പറഞ്ഞിട്ടുണ്ട്. അവരെ വിളിച്ചിട്ട് ഈ രീതിയിൽ തന്നെയാണ് സംസാരിച്ചത് എന്ന് പറയുന്നുണ്ട്. അതുകൂടെ നിങ്ങളൊന്ന് കേട്ടോ. സാധാരണ നമ്മുടെയൊക്കെ ഒരു സ്വഭാവം ചീത്ത വിളിക്കും. പിന്നെ ഞാൻ നീ റെക്കോർഡ് ചെയ്തോളാന്നാ പറഞ്ഞേ. കാരണം വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മോളെ രാത്രി വിളിച്ച് ഭീഷണിപ്പെടുത്തിയാൽ ഞാൻ അങ്ങോട്ട് വിളിച്ച് ഉമ്മയല്ല കൊടുക്കേണ്ടത്. എൻ്റെ മക്കളത്ത് എങ്ങനെ എൻ്റെ മക്കളെ ഏത് രീതിയിൽ ഭീഷണിപ്പെടുത്തി അതേ രീതിയിൽ പോകാറുണ്ട്. പക്ഷെ അതൊന്നുമല്ല നമ്മൾ ശീലിച്ചിരിക്കും. പക്ഷെ പറഞ്ഞിരിക്കും, നീ കളിക്കരുത്. രാത്രി 12-1 മണിക്കൊക്കെ ഗർഭിണിയായിട്ടിരിക്കുന്ന സ്ത്രീ വിളിച്ച് ഭീഷണിപ്പെടുത്തിയ ആ കൊച്ചിൻ്റെ തന്ത എന്ന് കാത്തിരിക്കണോ, ഇത് കേട്ടോണ്ടിരിക്കണോ? ഞാൻ അത്തരക്കാരനൊന്നുമല്ല. എനിക്ക് എൻ്റെ കുടുംബത്തെ ഇഷ്ടമാണ്. മറ്റുള്ള ഏതെങ്കിലും വഴിയെ പോകുന്ന സ്ത്രീ ആക്രമിച്ചാൽ നമ്മൾ ഇടപെടും. പിന്നെയാണ് സ്വന്തം വീട്ടിൽ. എന്തായാലും ഇത്ര ലക്ഷം രൂപ അവർ തട്ടിപ്പ് നടത്തിയല്ലേ, അവരുടെ അടുത്ത് ഈ രീതിയിൽ പെരുമാറിയതിൽ ഒരു തെറ്റും ഞാൻ പറയുന്നില്ല. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇപ്പം സ്വന്തം മകൾക്ക് വേണ്ടിയിട്ട് ആരുടെ എന്തും ആ രീതിയിൽ ചെയ്യുന്നുള്ള ആ ഒരു സ്റ്റേറ്റ്മെന്റ് എല്ലാ കാര്യത്തിലും അങ്ങനെ വിചാരിക്കും. കാര്യം സ്വന്തം മകൾക്ക് ഒരു തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ ആ തെറ്റിനെ മനസ്സിലാക്കി അത് തിരുത്തി കൊടുക്കാനുള്ളൊരു ബാധ്യത കൂടി നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. കാര്യം ഇത് ഞാൻ പറയുന്ന കാര്യം, അന്ന് ലൈഫ് ഫാനന്ദുവിൻ്റെ ആ ഒരു ഇഷ്യൂ ഉണ്ടായ ടൈമിലാണെങ്കിൽ ലൈഫ് ഫാനന്ദുവിൻ്റെ ഈ നമ്മുടെ നാട്ടിലാണെങ്കിൽ ഒരു അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന സാധനത്തെ നിങ്ങൾ നിഷേധിച്ചത് സ്വന്തം മകൾക്ക് വേണ്ടിയാണ്. അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ പാടില്ല. അങ്ങനത്തെ കാര്യങ്ങൾക്ക് തീർച്ചയായിട്ടും ഇനി നാളുകളിലും വിമർശനങ്ങൾ നിങ്ങൾക്ക് കേൾക്കുക തന്നെ ചെയ്യും. ഇവർ ഇത് കഴിഞ്ഞിട്ട് ഇറങ്ങിയേക്കുന്ന വേറൊരു സാധനമുണ്ട്, അതുകൂടെ നിങ്ങളൊന്ന് കേൾക്കണം. ദിയക്ക് എപ്പോഴും ദിയ ഒരു മുതലാളി, നമ്മൾ എന്ന് വെച്ചാൽ പണ്ടത്തെ ജന്മിമാരുടെ ഒരു മെന്റാലിറ്റി ആണ് ദിയക്ക്. നമ്മൾ ജാതി വ്യത്യാസം ദിയക്ക് ഉണ്ട്. ആഹാരം കഴിക്കുന്ന പോലെ ദിയക്ക് പ്രശ്നമാണ് അതൊക്കെ. ഞങ്ങൾ ഓഫീസിലെ ആഹാരം കഴിക്കാൻ വേണ്ടി കുറച്ച് സ്ഥലമേ ഞങ്ങൾക്ക് ഒരു
ഒരു മണി ചോറോ വല്ലതും താഴെ വീണോ ഞങ്ങൾ നല്ലതുപോലെ കിടന്ന് പറയും. ദിയ കൃഷ്ണൻ എന്നല്ല, ആരാണെങ്കിലും ഏത് സ്ഥാപനത്തിലാണെങ്കിലും ഫുഡ് കഴിച്ചതിന്റെ ബാക്കി അവശിഷ്ടങ്ങൾ അവിടെ ഇവിടെ കിടന്നു കഴിഞ്ഞാൽ ആൾക്കാർ പറയൂടെ. പിന്നെ ഇവർ പറഞ്ഞേക്കുന്ന സാധനം ജാതിപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടെന്നുള്ള രീതിയിൽ. പൊന്നു മക്കളെ, നിങ്ങളിപ്പോൾ ഇവിടെ കാണിക്കുന്ന വിക്ടിം കാർഡ് ഇറക്കുന്നതാണ്. ഈ ജാതിപരമായിട്ടുള്ള ഈ പറയുന്ന അധിക്ഷേപങ്ങളും കേൾക്കേണ്ടി വരുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ ഇവിടെ ഇപ്പം നിങ്ങൾ ഇറക്കിയേക്കുന്നത് നിങ്ങളുടെ വക്കീൽ പറഞ്ഞേക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെയാണ്. കാര്യം നിങ്ങൾ ഇവിടെ തട്ടിപ്പ് നടത്തിയേക്കുന്ന ആൾക്കാരല്ലേ. 8 ലക്ഷം രൂപ അവിടെ കൊടുത്തു എന്നുള്ളത് നിങ്ങൾ ഇവർ സമ്മതിക്കുക തന്നെ ചെയ്യുന്നുണ്ട് അല്ലെ. അവരെങ്ങനത്തെ ഉടായ്പ പരിപാടി കാണിക്കുക തന്നെ ചെയ്തു. ഉടായ്പ കാണിച്ചിട്ട് അതിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ടല്ല ഈ ജാതിയുടെ കാര്യങ്ങളൊക്കെ ഇവിടെ പറയേണ്ടത്. ഓക്കെ, വക്കീൽ പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ അതുപോലെ പ്രയോഗിക്കുകയാണ്. ഇനിയിപ്പോൾ ഈ ജാതിയുടെ സാധനം ദിയാകൃഷ്ണയുടെ മണ്ടയ്ക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നം തീർന്നല്ലോ. കാര്യം സമൂഹത്തിന്റെ ഒരുപാട് സപ്പോർട്ടൊക്കെ ഇവർക്ക് കിട്ടും എന്നുള്ളതാണ് ഇവർ വിചാരിക്കുന്നത്. നിങ്ങൾ ഉടായ്പ കാണിച്ചിട്ടല്ലേ ഈ കാണിക്കുന്നത്. ഓക്കെ, നിങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ലാതെ നിങ്ങളുടെ അടുത്ത് ഇതേപോലെ അധിക്ഷേപം മാത്രം കാണിക്കുന്ന ഒരു വ്യക്തിയാണെന്നൊക്കെ നിങ്ങളുടെ കൂടെ നിന്നേനെ എല്ലാവരും. പക്ഷേ ഈ പൈസ തട്ടിപ്പും കാണിച്ചിട്ട് ഒരുമാതിരി മറ്റടുത്ത പരിപാടി കാണിക്കരുത്. ഓക്കെ, എന്താണെങ്കിലും ഇത് കേട്ടിട്ട് ഇനി നിങ്ങൾക്ക് എന്താ തോന്നുന്നത് തീർച്ചയായും കമന്റ് ബോക്സിൽ പറയാം. നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. ശരി, ബൈ.